Hello friends, this is me Akshara and Frank and you're watching the River of Knowledge or My Cozy Findings. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡേ 2 ഓഫ് ശാസ്ത്രയാനാണ്. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ പോകുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മാത്തമാറ്റിക്സിലോട്ടാണ്. കാരണം അവിടെ നിന്നാണ് എനിക്ക് ഇന്നലെ ഏറ്റവും കൂടുതൽ മിഠായി കിട്ടിയത്. അങ്ങനെ അവിടെ നിന്ന് ഒരു ഗെയിം മാത്രം കളിച്ച് ഞാനങ്ങ് ഇറങ്ങി ഗൈസ്. കാരണം നമുക്ക് ബാക്കിയുള്ള ഇതും കൂടെ കാണാനുണ്ടല്ലോ. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലൈഫ് സയൻസിലാണ്. അപ്പം ഇവിടെ ഒരുപാട് ബയോളജിക്കൽ മോളിക്യൂൾസും ഒരുപാട് സ്പീഷീസിൻ്റെയും ഒക്കെ DNA ഇവിടെ ഉണ്ട്. പിന്നെ ഇതൊക്കെ ഓരോ സെൽസ് മൈക്രോസ്കോപ്പിൽ വെച്ചതൊക്കെ ഉണ്ട്. ഞാൻ എല്ലാം നോക്കി, എല്ലാം നല്ല രസമുണ്ടായിരുന്നു. ഇതൊക്കെ ഓരോ DNAകളാണ്. ഇതൊരു പ്ലാൻ സെല്ലാണ്, ഇതൊരു DNA. പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു പസിൽ സോൾവ് ചെയ്തായിരുന്നു. അങ്ങനെ എനിക്കൊരു കുഞ്ഞ് കേക്ക് പോലത്തെ മിഠായി കിട്ടി. ഇതാണ് ഞാൻ സോൾവ് ചെയ്ത പസിൽ. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് എനിക്ക് കിട്ടിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. കൂടാതെ ഇങ്ങനെ നീക്കി വെക്കുന്ന പസിലൊക്കെ സോൾവ് ചെയ്ത് പിന്നെ ഇതിങ്ങനെ CPR കൊടുക്കുന്നതെന്നാണ് കേട്ടോ ഇത്. പിന്നെ ഒരുപാട് ലൈഫ് സേവിങ് മെഷീൻസിനെ പറ്റി അവിടെ പറയുന്നുണ്ടായിരുന്നു. ഇത് മറ്റേ RBC WBC ഒക്കെ മൈക്രോസ്കോപ്പിൽ വെച്ച് സൂം ചെയ്തതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. കാണാനായിട്ട് ഭയങ്കര കൗതുകമായിരുന്നു. ഓരോ കുറച്ചുകൂടെ വലിപ്പം കൂട്ടി സൂം ചെയ്ത് വെച്ചതാണ്. പിന്നെ ഇതൊരു നമ്മുടെ ലങ്സിൻ്റെ ഒരു മോഡലും പിന്നെ ഒരുപാട് ഗെയിംസും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇത് ഹാർട്ടിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യുന്നത്, ഓക്സിജൻ പമ്പ് ചെയ്യുന്നത്, ഇത് DNA. പിന്നെ എൻ്റെ സാച്ചുറേഷനൊക്കെ അവിടെ നോക്കി, സാച്ചുറേഷൻ BP കൂടാതെ ഒരുപാട് ഇതൊക്കെ നോക്കി. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവിടെ ഷുഗർ ഉണ്ടാകുന്നു, ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടാകുന്നു ഒക്കെ നോക്കി. അങ്ങനെ അടുത്തത് നമ്മൾ പോയത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സുവോളജിയിലാണ്. ഇവിടെ ഒരുപാട് ബേർഡ്സും ആനിമൽസും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിനെയൊക്കെ കാണാൻ ഭയങ്കര ക്യൂട്ടാട്ടോ. ക്യാമറയിൽ കൂടെ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണാൻ നല്ല രസമാണ്. പക്ഷെ ഇതിനൊക്കെ എനിക്ക് പേടിയാണെന്നുള്ള കാര്യമാണ്. ഇതൊക്കെ കണ്ട ഒരു ഓന്തും ഒക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇതായിരുന്നു. അടുത്തത് നമ്മൾ പോയത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിക്സിലാണ്. ഇത് മറ്റേ കറണ്ടൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു ബോളാണ്. നമ്മൾ കൈയൊക്കെ വെക്കുമ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് നമ്മുടെ വിരൽ കൊണ്ട് ഇത് മാറ്റാൻ പറ്റും. കേട്ടോ ഞാൻ ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ഈ സാധനം ഒരു നിശ്ചിത അളവിൽ മറ്റേ കറണ്ട് സപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ തൊട്ടാലും ഷോക്ക് അടിക്കത്തില്ല. പക്ഷെ ഞാൻ തൊടാത്തതിൽ എനിക്ക് പേടിയാണ്. പിന്നെ ഇതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ തൊട്ട് കളിച്ചു. ഇതൊക്കെ ഞാൻ യൂട്യൂബിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇത് നമ്മൾ എന്തോ ലൈറ്റ് കാണിക്കുമ്പോൾ അത് ഗ്ലോ ചെയ്യുന്നൊരു ഒരു സാധനമാണ്. എന്നിട്ട് നമ്മൾ വീണ്ടും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സുവോളജിയിലോട്ട് പോയി. ഇതൊക്കെ കണ്ടോ, ലിസാർഡ്. ഞാൻ അതിൻ്റെ വാലിലൊക്കെ തൊട്ടു. എൻ്റെ പൊന്നോ, ഞാൻ എത്ര പേടിച്ചാണെന്നറിയോ എന്നെ തൊട്ടത്. എനിക്ക് അതിൻ്റെ ടെൻഷൻ ഇപ്പോഴും മാറിയിട്ടുണ്ടായിരുന്നില്ല. പാമ്പ്, ബേർഡ്സ്. ഞാൻ ആ ബേർഡ്സിനെയൊക്കെ കുറച്ച് നേരമൊക്കെ കളിപ്പിച്ചു. എന്തൊരു ക്യൂട്ട് ആൻഡ് ഫ്രണ്ട്ലി ആയിരുന്നെന്ന് അറിയോ. നല്ല ബേർഡ്സ് ആയിരുന്നു. അതൊക്കെ എനിക്ക് നല്ലപോലെ ഇഷ്ടമായി. അടുത്തത് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വുമൻ സ്റ്റഡീസിലോട്ട് പോയി. അവിടെ നിന്നാട്ടോ ഞാൻ ഫേസ് പെയിൻറ്റിങ് ചെയ്തത്. എങ്ങനെയുണ്ട്? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരു ഡിസൈൻ കാണിച്ചു കൊടുത്തപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ചേച്ചി അതേപടി തന്നെ ചെയ്ത് കൊടുത്തു. എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. അന്നൊരു ഹോൾ ഡേ ഞാൻ എൻ്റെ ഫോട്ടോ എടുത്ത് നടക്കായിരുന്നു. കാരണം എനിക്ക് അത്രയും ഇഷ്ടമായതാണിത്. അങ്ങനെ അടുത്തത് നമ്മൾ പോയത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫോറൻസിക്കിലായിരുന്നു. ഇവിടെ എന്നെക്കാളും വെയിറ്റുള്ള ഒരു തോക്കൊക്കെ പിടിച്ച് ഞാൻ പൊക്കുന്ന ഒരു മാരകമായ ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അവിടെ ഉണ്ടായിരുന്ന മിക്ക തോക്കിലും എൻ്റെ കൈയടയാളം പതിഞ്ഞിട്ടുണ്ടാവും. നല്ല രസമായിരുന്നു. അതൊക്കെ ഓരോന്ന് പൊക്കി നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ എത്രത്തോളം ചെറുതാണെന്ന്. പിന്നെ അവിടെ ബോംബിനെ പറ്റിയും ഗ്രനേഡിനെ പറ്റിയും തോക്കിനെ പറ്റിയും ഒക്കെ വിശദമായിട്ട് പറയുന്നുണ്ടായിരുന്നു. എങ്ങനെ ഷൂട്ട് ചെയ്യണം ഒക്കെ അടിപൊളിയായിട്ടായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അവിടുത്തെ ഓരോ കാര്യം കാണാനും. നല്ല രസമായിരുന്നു. ഇതൊക്കെ കണ്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയായിരുന്നു നമ്മുടെ ഡേ 2 ശാസ്ത്രയാണ്. അപ്പോൾ ഡേ 3 നിങ്ങൾ എന്തായാലും കാണണം. ഡേ 3 എൻ്റെ ബെസ്റ്റ് ആയിട്ടായിരിക്കും. ബൈ.